ഐശ്വര്യമുള്ള കുഞ്ഞ്. ഏതോ കൊള്ളാവുന്നവർക്ക് ജനിച്ചതാ. ഇതിലൂടെക്കാരൻ എവിടെയാണോ എന്തോ. ഇനി ഇവൻ നമ്മുടേതാണ് അല്ലേ മോനെ? അമ്മനോട് പറയടാ ഞാൻ ഇവിടുത്തേതാണെന്ന്. കുഞ്ഞെ, നമുക്ക് ഇതിനൊരു രക്ഷ എഴുതി കെട്ടണം. എന്തിനാ? നല്ല കണ്ടുമുട്ടം പോലെ ഇരിക്കുമല്ലയോ. വല്ലവരും കണ്ണു വെച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരും. വേണ്ട പാർവമ്മേ, പ്രകാശേട്ടൻ കണ്ട അത് വലിച്ചു ദൂരെ എറിയും. അല്ല, നമുക്ക് ഇദ്ദേഹത്തിന് ഒരു പേരിടണ്ടേ? ഈ കുട്ടികൾക്ക് പേരിടുന്നത് 56-നോ 90-നോ? 56-ഉം 90-ഉം ഒന്നുമല്ല, 28-നാ പേരിടുന്നത്. ഈ പ്രകാശേട്ടൻ ഒരു ചുക്കും അറിയില്ല. ഞാൻ എങ്ങനെ അറിയാനാ? ഇവിടെ ഇതിനു മുമ്പ് പേരിടൽ വല്ലതും നടന്നിട്ടുണ്ടോ? ക്ഷമിക്കൂ സുജാതെ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ഇത്ര സില്ലി ആയാലോ? ഒന്ന് ചിരിക്കടോ. മോനെ, അമ്മയുടെ കണ്ണിൽ എന്തോ പോയി. മോനെ മൂവി കൊടുത്തേ. ഇവനെ കണ്ട ഒരു 5-6 മാസം നിന്ന് തോന്നിക്കത്തില്ലേ? ഏതായാലും ഇനി വെച്ചോണ്ടിരിക്കണ്ട, നമുക്ക് നാളെ തന്നെ പേരിട്ടുകളെ. എന്ത് പറയുന്നു? വളരെ നല്ലത്. പാറോമേ, എന്താ സാറേ? നാളെ ഇവന്റെ പേരിടില്ല. അപ്പുറത്തുനിന്ന് ആ വാസവൻ സാറിനെയും കുടുംബത്തെയും കൂടെ വിളിച്ചേക്കാം. ഒരു നല്ല പായസം റെഡിയാക്കി. പായസം ഒരു കപ്പ് കൂടി തരട്ടെ? വേണ്ട 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 വേണ്ട, എനിക്ക് ഷുഗറിൽ അല്പം യൂറിനുണ്ട്, അതുകൊണ്ട് ഇവള് സമ്മതിക്കൂല. എന്നെ പേടിച്ച് കഴിക്കാതിരിക്കണ്ട. പക്ഷെ രാത്രി പരിവശെടുക്കെന്ന് പറഞ്ഞാലേ എന്റെ വിധം മാറും. ആട്ടെ സാറേ, നമുക്ക് ഇവനൊരു പേരിടണമല്ലോ. പേര് അത്യന്താധുനികമായിരിക്കണം. പറഞ്ഞോളൂ. ഹിമോഗ്ലോബിൻ. നല്ല പേര്. ഇതെങ്ങനെ വിളിക്കും? ഓനെ ഹിമോഗ്ലോബി എന്ന് വിളിക്കും. എന്താ? അതുപോലെ പട്ടിക്കൂടാ. ഞാനൊരു പേര് പറയാം, സുഗ്രീവൻ. കൊച്ചന്താടി കുരങ്ങു വർഗത്തിൽപ്പെട്ടതാണോ? ഞാനൊരു പേര് പറയട്ടെ? പിന്നെ പാർവമ്മയ്ക്കും പറയാം, ഹരിഹരസുതൻ. അത് വളരെ നീണ്ടുപോയി പാർവമ്മേ. ഞാനൊരു പേര് പറയാം. കേൾക്കട്ടെ. പ്രിയദർശൻ. ഫൈൻ. പ്രിയദർശൻ, പ്രിയദർശൻ, പ്രിയദർശൻ. പാറുമേ, പ്രകാശമില്ലേ ഇവിടെ? കോളേജിൽ പോയിരിക്കുക, ഉണ്ണാൻ വരും. മോളെവിടെ? കുഞ്ഞിനെ കുളിപ്പിക്കുന്നു. കുഞ്ഞോ? ഏത് കുഞ്ഞ്? ഇവിടുത്തെ കുഞ്ഞ്. വന്നാട്ടെ. ഇതൊന്ന് അകത്തെടുത്ത് വയ്ക്ക്. മോനെ കുട്ടാ, ചിരിയടാ. സുജാതെ, ഏതാ ഈ കുട്ടി? ഇത് ഈ കുട്ടി ഏതാണാ ചോദിച്ചത്? പ്രകാശേട്ടൻ കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ വരുമ്പോ കമ്പാർട്ട്മെന്റിൽ ഈ കുഞ്ഞ് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്നു. എന്നിട്ട് പ്രകാശേട്ടൻ അവിടെയെല്ലാം ഇതിന്റെ അമ്മയും നോക്കി, ഒന്നും കണ്ടില്ല. അതിന് വണ്ടി കിടന്ന കൊച്ചിനെ അന്തസ്സുള്ള ആരെങ്കിലും വീട്ടിലേക്ക് എടുത്തോണ്ട് വരുമോ? നിന്റെ നേരെ തലക്ക് വട്ടാണോടി? ഇത്ര കൊച്ചു കുഞ്ഞ് ഉടയോരില്ലാതെ കരയുന്നത് കണ്ടപ്പോ. ഉടയോരില്ലാത്ത ഒത്തിരി പിള്ളേർ ഈ നാട്ടിലുണ്ട്, അതിനൊക്കെ ഇയാൾ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടുവരും. ഇതിനെ കിട്ടിയിട്ട് എത്ര ദിവസമായിടി? 2 ആഴ്ച. എന്റെ കണിച്ചകുളങ്കര ഭഗവതി, 2 ആഴ്ചയായിട്ട് ഇതിനവിടെ വളർത്തിയായിരുന്നു. ഈ വിവരം ഞങ്ങളൊന്നും അറിയിക്കാമായിരുന്നില്ലേ? ആട്ടെ, ഇനി ഇതിനെ എന്ത് ചെയ്യാനാണ് പരിപാടി? ഇവിടെ വളർത്താമെന്നാ പ്രകാശേട്ടൻ പറയുന്നത്. അനാഥ കുഞ്ഞിനെ വളർത്താൻ ഇവിടെ തരാത്ത പെണ്ണൊന്നുമില്ലല്ലോ. നിനക്കിതൊക്കെ വരണമടി. കല്യാണം കഴിഞ്ഞത് മുതൽ ആസൂത്രണം എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നില്ലേ? ഇപ്പൊ പേറ്റുന്നത് അറിയാതെ ഒന്നിനെ വളർത്താൻ കിട്ടിയില്ലേ? ചുമന്നോ. അവനിങ്ങ് വരട്ടടി, ഞാൻ ഇതിന് പരിഹാരം കണ്ടിട്ട് ഇന്ന് ഇവിടുന്ന് പോകുന്നുള്ളൂ. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്നേ ഇത് പറഞ്ഞു വിലക്കേനെ പറഞ്ഞേ. അതിപ്പോ കൊച്ചമ്മ പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റുമോ? എത്രയായാലും ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ലയോ.
ആ അമ്മയോ? അമ്മ എപ്പോ വന്നു? അമ്മാവനുണ്ട്. എവിടെ? ഊണ് കഴിഞ്ഞ് ഉറങ്ങുന്നു. ആ സുജാവേ, ഇതെല്ലാം പ്രിയനുള്ള ഉടുപ്പുകളാണ്. ആഹാ, അപ്പൊ ഇതിന് പേര് വെക്കോ? അതെ അമ്മേ, പ്രിയദർശൻ എന്നാണ് മുഴുവൻ പേര്. ഞങ്ങൾ അവനെ പ്രിയൻ എന്ന് വിളിക്കും. സുജാവ എല്ലാം പറഞ്ഞില്ലേ? നീ എന്തൊക്കെയാ പ്രകാശ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ അനാഥ കുഞ്ഞിനെ ദത്തെടുക്കേണ്ട വല്ല കാര്യം ഈ വീട്ടിലുണ്ടോ? അത് അമ്മ വിചാരിക്കുന്ന പോലെ അത്ര നിന്ദ്യമായ കാര്യമൊന്നുമല്ല. നിന്ദ്യമായ കാര്യം തന്നെയാണ്. ഇത് തറവാട്ടുകാർക്ക് ചേർന്ന് നടപടി അല്ല പ്രകാശ. ഒരു അനാഥ കുഞ്ഞിന് അഭയം കൊടുക്കുന്നത് തെറ്റാണോ അമ്മാവ? ഇത്തരം കുഞ്ഞുങ്ങളെ വളർത്താനാണ് അനാഥാലയം. ഇതിനെ അവിടെ ഏൽപ്പിക്കണം. അവൻ ഇപ്പൊ അനാഥനല്ല, ഞങ്ങളുടെ മകനാണ്. അത് നിന്റെ അഭിപ്രായം. പക്ഷേ ഒടേക്കാരില്ലാത്ത കൊച്ചിന്റെ തീട്ടവും മൂത്രവും കോരാൻ വേണ്ടിയല്ല ഞങ്ങൾ നിനക്ക് പെണ്ണ് തന്നത്. സുജാതയ്ക്ക് എതിർപ്പില്ലെങ്കിലോ? നിന്നെ പേടിച്ച് പറയാതിരിക്കുന്നതാണെങ്കിലോ? പേടിക്കാൻ ഞാനെന്താ കടുവായ കൂലിയോ മറ്റാണോ? അമ്മാവൻ പറയുന്നതനുസരിച്ച് ഇതിനെ അങ്ങ് ഉപേക്ഷിച്ചൂടെ? ക്ഷമിക്കണമേ, ഞാനത് ഒരിക്കലും ചെയ്യില്ല. എനിക്കത് ബുദ്ധിമുട്ടാണ്. തെറ്റ് തിരുത്തുന്നതേ ബുദ്ധിമുട്ടല്ല, ബുദ്ധിയാണ്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പ്രായത്തിന്റെ വിവരമെങ്കിലും ഞങ്ങൾക്കുണ്ടല്ലോ. പ്രായവും വിവരവും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, പറഞ്ഞാൽ കൂടിപ്പോവും. സരസ്വതി, വാ നമുക്കിറങ്ങാം. നാളെ പോയാ പോരെ അമ്മാവ? മാനോ മര്യാദ ഉള്ളവർക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ സന്തതിയെ ഇവിടെ കാണരുത്. കണ്ടാൽ അപ്പോഴറിയാം. വാ. ചേട്ടാ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. നമ്മളെക്കാൾ പ്രായവും അറിവുള്ളവരാണ് അവർ. ഈ കുഞ്ഞിനെ പറ്റി അവർ പറയുന്നതിലും കാര്യമില്ലേ? സുജാവേ, പെണ്ണും പറഞ്ഞതല്ല. വരൂ, ഊണ് കഴിക്കാം. ലോകത്തെല്ലാവരും നിന്റെ കത്തുകളാണല്ലോ മോനെ. ഇതെന്താ പറയുന്നേ? കുറച്ച് മാങ്ങയാ. എവിടെന്നാ? സുജാത കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അപ്പോ ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് വരാം. ശരി. എന്താ പറയുന്നേ? അവിടെ ഒരു ഒച്ചമോളൊക്കെ കേട്ടല്ലോ. ഓ, ചട്ടിയും കലവും ഒക്കെ അല്ലേ, തട്ടിയും മുട്ടിയും ഇരിക്കും. ആ കൊച്ചിന്റെ കാര്യമായിരിക്കും. വാ, ചോദിക്കട്ടെ. എടീ, ഭർത്താവിനെ കീഴ്പ്പെടുത്തുന്നതാണ് നായർ പെണ്ണിന്റെ മിടുക്ക്. പക്ഷേ നിന്റെ മോക്ക് അതിനും നട്ടല്ലില്ലല്ലോ. നിനക്കൊരു കാര്യം ചെയ്യാമോ? എന്താ ചേട്ടാ? ഇന്ന് തന്നെ ഒരു എഴുത്തെഴുതിയിട്. തന്തയില്ലാത്ത ആ കൊച്ചിനെ കളഞ്ഞില്ലെങ്കിൽ അവൾ വഴിയാധാരമാകുന്നു. അല്ല, ഇതാരും നമ്മുടെ മാധവന്മാരല്ലേ? വന്നാട്ടെ വന്നാട്ടെ. ഇങ്ങോട്ടിരിക്കാലോ. ചേച്ചി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സത്യം പറഞ്ഞ എനിക്ക് ആദ്യം കണ്ടപ്പോ ആളെ മനസ്സിലായില്ല. എന്തു പറ്റി? ഓ, എനിക്കിങ്ങനെ ക്ഷീണമൊന്നുമില്ല. കണ്ടിട്ട് കുറച്ചു നാളായില്ലേ, അതുകൊണ്ട് തോന്നിയതായിരിക്കും. അല്ല, മാധവൻ നായർ എന്ന് വന്നു? ഇന്നലെ. ലീവ് എത്ര നാളത്തേക്കുണ്ട്? ഇനി അങ്ങോട്ട് ലീവ് തന്നെ കേട്ടാ. അതെന്താ? ഞാൻ സർവീസിൽ നിന്നും പിരിഞ്ഞു. അതേതായാലും നന്നായി. പറമ്പിലെ പണികളും നോക്കി ഇനി ഇവിടെ സുഖമായി കഴിയാമല്ലോ. അത് തന്നെയാ എന്റെയും തീരുമാനം. ഇനിയും ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാനാണോ? ഒരു സംബന്ധമൊക്കെ കഴിക്കണ്ടേ? ചേച്ചി, ഞാനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ മകളെ. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. ഇതൊക്കെ ഒരുതരം ഭാഗ്യക്കുറിയല്ലേ ചേച്ചി? ഇനി ജീവിതത്തിൽ ഒരു കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കുക. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ മാധവൻ നായരെ? അതൊക്കെ പോട്ടെ. ആ, സുജാതയ്ക്ക് സുഖം തന്നെയല്ലേ? ആദ്യത്തെ കുട്ടി മോനോ മോളോ? അവൾ ഇതുവരെ പ്രസവിച്ചില്ല. ഓ, പ്ലാനിങ് ആയിരിക്കും. അല്ലേ ചേട്ടാ, ഇവിടെ തന്നെ ഇരുന്നാ മതിയോ? എഴുന്നേറ്റേ, നമ്മളൊന്ന് കൂടിയിട്ട് ഒത്തിരി നാളായില്ലേ? മാധവൻ നായർ വരുമ്പോഴേ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളൂ. സരസ്വതി, ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. വരട്ടെ ചേച്ചി. വാചേട്ടാ. ആഹാ,
മാധവനാരെ പുതിയ വീട് ഗംഭീരമായിട്ടുണ്ട്. പഴയ അറയും പുരയും പൊളിച്ചു കളഞ്ഞ് ഒരു പുതിയ വീട് വെച്ചു. പണി ഇനിയും പൂർത്തിയായിട്ടില്ല. ചേട്ടൻ ഇരിക്കും. ദാസ് ജി സാർ. നമസ്കാരം. ഇദ്ദേഹത്തെ എനിക്ക് മനസ്സിലായില്ല. ചേട്ടൻ ഇരിക്കേ. ഇവൻ ദാസപ്പൻ. പട്ടാളത്തിൽ എന്റെ കീഴിലുണ്ടായിരുന്നവനാ. സാബിന്റെ PSP ആയിരുന്നു, അതായത് പേഴ്സണൽ ഷൂ പോളിഷ്. അത് ശരി. ഞാൻ പോന്നപ്പോ കൂടെ കൂട്ടിക്കൊണ്ട് പോന്നു. എടാ, ഇത് ശങ്കരൻ ചേട്ടൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ? ബോൾ ഇടുക്കിക്ക് അങ്കിൾ. ആ അത് തന്നെ. ഇവനാള് കൊള്ളാമല്ലോ മാധവനാരെ. ഇന്ന് എന്തുവാടാ സ്പെഷ്യൽ? 4 കാക്കയെ വെടിവെച്ച് പിടിച്ചു സാബ്. അതുകൊണ്ടൊരു തീല് വെച്ചിട്ടുണ്ട്. നീ വെടിയും വെക്കുമോ? വെക്കും സാബ്, അതെന്റെ ഒരു ഹോബിയാണ്. ഉണ്ണുന്നതിന് മുൻപ് ഓരോ സ്മോൾ. എന്താ അത് പിന്നെ ചോദിക്കാനുണ്ടോ? ദാസപ്പാ. ഓക്കെ സാബ്. മാധവനാരെ, എന്റെ അനന്തരവള് ഒരു ഭാഗ്യദോഷിയാ. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? അവള് മഹാറാണിയെ പോലെ ഈ ബംഗ്ലാവിൽ കഴിയേണ്ടതല്ലായിരുന്നു. അതൊക്കെ വിധിയാ ചേട്ടാ. എവിടെയായാലും അവൾ സന്തോഷമായിട്ട് കഴിയുമല്ലോ. സന്തോഷം. ആ കുഞ്ഞ് അവിടെ വളർന്നാൽ നിന്റെ കുടുംബജീവിതം തകരാറിലാകുമെന്ന് അമ്മാവൻ പറയുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. അതേക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരു മനസമാധാനവും ഇല്ല. അതുകൊണ്ട് ഈ എഴുത്ത് കിട്ടിയാലുടനെ പ്രകാശനോട് പറഞ്ഞ് ആ കൊച്ചിനെ വല്ല അനാഥായത്തിന് കൊടുപ്പിക്കണം എന്ന് സ്വന്തം അമ്മ.